അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇടിച്ചക്ക വെച്ചിട്ട് ഒരു സ്പെഷ്യൽ വെറൈറ്റി ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി നമുക്ക് മാറ്റാം. അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം ഇതിന്റെ തോടെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം സൈസ് ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി എടുത്താൽ മതിയാകും. ഇതിന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ തോടൊന്ന് ചെത്തിക്കളഞ്ഞാൽ മതിയാവും. ഇപ്പൊ ഇടിച്ചക്കയുടെ തൊണ്ടൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഇടിച്ചക്കയുടെ ഈ നടുഭാഗത്തുള്ള ഈ പൂഞ്ച് അല്ലെങ്കിൽ കാമ്പെന്നൊക്കെ പറയും, ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് എടുക്കാവുന്നതാണ്. ഇത് പിഞ്ച് ഇടിച്ചക്കയല്ലേ. ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ പൂഞ്ച് നമുക്ക് ആവശ്യമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഇടിച്ചക്ക ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കട്ട് ചെയ്തെടുത്ത ഇടിച്ചക്ക നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് കറയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണെണ്ണയോ എണ്ണയോ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു തുണി ഉണ്ടങ്ങ് തുടച്ച് നീക്കിയാൽ മാത്രം മതിയാവും. കയ്യിൽ കറയാലും അങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പം ഇതിന്റെ കറ കളയാൻ വേണ്ടിയിട്ട് വേറൊരു വിദ്യ ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ വേവിച്ചെടുത്ത് അത് ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ തൊണ്ടെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ കറയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ ഇതാണ് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 3-4 വെള്ളം കഴുകിയെടുക്കുക. കഴുകി വൃത്തിയാക്കി എടുത്ത് ഇടിച്ചക്ക കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി ഇതിന്റെ ആവി മുഴുവനും പോയിട്ട് വേണം തുറക്കാനായിട്ട്. ഇപ്പൊ ഇതിന്റെ ആവി മുഴുവനും പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ വെള്ളം നമുക്ക് മാറ്റിയിട്ട് ഈ കഷ്ണങ്ങൾ മാത്രം എടുക്കാം. നമ്മളിതുപോലെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിൽ കേട്ടാൽ മതിയാവും. ഇടിച്ചക്ക കഷ്ണങ്ങളെല്ലാം കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ വെള്ളം കളയരുത്. ഈ വെള്ളം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ നാടൻ ഒരു ഫ്ലേവറും പ്രത്യേക ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണ എടുത്താലും മതിയാകും. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് വെള്ളത്തിൽ നിന്നും കോരിയെടുത്ത ഇടിച്ചക്ക കഷ്ണങ്ങളുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും ഇത് കോരി മാറ്റാം. ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു 1/4 ഭാഗം തേങ്ങ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട. ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. തേങ്ങയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 ചെറിയ ഉള്ളി 2ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 20 അല്ലി വെളുത്തുള്ളി അല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ 20 എടുക്കുക. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 10 ഒക്കെ എടുത്താൽ മതിയാകും.
ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വയ്ക്കുക. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകമാണ്, ചെറിയ ജീരകമല്ല. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ഈ വലിയ ജീരകം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ഇതായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 10 കശുവണ്ടി, സ്പ്ലിറ്റ് ചെയ്ത കശുവണ്ടിയാണ്. 10 എണ്ണം ഇതാ എടുത്തിട്ടുണ്ട്. സ്പ്ലിറ്റ് ചെയ്യാത്ത മുഴുവൻ കശുവണ്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം ഇട്ട് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ലോണം ദാ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. വെള്ളം കുറവായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് ബാക്കി വന്ന എണ്ണയില്ലേ അത് ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ കടയിൽ തന്നെ ചെയ്തെടുത്താലും മതി. ഇപ്പം അത് ബാക്കി എണ്ണ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ വാടി ചെറിയൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. മുളക് പൊടി എടുത്ത അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നില്ല. ആദ്യം നമ്മൾ ഇടിച്ചക്ക വേവിച്ചെടുത്തപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കുന്നില്ല. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ടും ഒരുമിച്ചിട്ട് വേണമെങ്കിലും ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടെ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ആദ്യം ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക. എന്നിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതാ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കാം. തക്കാളി എല്ലാം ഒന്ന് വാടി വരട്ടെ. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ ഇതാ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുക. തക്കാളിയൊക്കെ ഇതാ ഒന്ന് ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇടിച്ചക്ക വേവിച്ചെടുത്തപ്പോൾ ബാക്കി ഒന്ന് വെള്ളമില്ലേ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ അരച്ചെടുത്ത ജാറ് കഴുകി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ജാറ് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജാറിലൊക്കെ നമ്മൾ അരച്ചെടുത്ത അരപ്പ് പറ്റി പിടിച്ചിരിപ്പുണ്ട്. ജാറ് കഴുകി ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളമാണ്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മളിതുവരെയ്ക്കും ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇടിച്ചക്ക വേവിച്ചപ്പോൾ അതിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതായത് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണയിലിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ഇടിച്ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മുഴുവനും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ 2 കാര്യങ്ങൾ ചേർക്കാറുണ്ട്. ഇനി ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിതിൽ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. എന്നിട്ട്
എണ്ണ തെളിയുന്നത് വരെ ഇത് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പൊ നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എല്ലാം ഒന്ന് സെറ്റായി വരട്ടെ. അപ്പൊ ഫ്ലെയിം ഓഫാക്കി മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ വീടൊക്കെ നല്ലൊരു മണമാണ്, നല്ല അടിപൊളി ടേസ്റ്റ്, നല്ലൊരു മണമാണ് ഇതിന്. കണ്ടില്ലേ, എണ്ണയൊക്കെ കുറച്ചും കൂടെ തെളിഞ്ഞ് കുറച്ചും കൂടെ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മണം സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ്. അപ്പൊ നല്ല കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ ഇറച്ചിക്കറിയൊക്കെ മാറി നിൽക്കും, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് ഇത്. ചോറ്, ചപ്പാത്തി അങ്ങനെ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഇടിച്ചൊക്കെ ഉള്ള സമയമാണ്. ഈ സമയം നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്